ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അരുണിമ. അപ്പോൾ വീട്ടിൽ ശ്രീകുട്ടി എന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ ശബ്ദം ഇത്തിരി അടച്ചിരിക്കുകയാണ്, നിങ്ങളൊന്ന് മൈൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മളിന്ന് വിഷു മേക്കപ്പ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടുകൊണ്ട് അപ്പോൾ നമ്മളിപ്പം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആദ്യമേ സെറ്റപ്പിന്റെ മോയ്സ്ചറൈസർ ഉപയോഗിച്ചു, ഇത് വന്നിട്ട് പ്രപ്പ് ചെയ്തു, നൈകയുടെ പ്രപ്പ് ഉപയോഗിച്ചു, പിന്നെ വന്നിട്ട് സ്കിൻ ജീനിയസ് ഉപയോഗിച്ചു. ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ 200 അണ്ടർ അല്ലെങ്കിൽ 300 അണ്ടർ ഒരു 300 താഴെയുള്ളൊരു ഫേസ് മേക്കപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുറച്ച് സംസാരമൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ നാച്ചു പോസ്റ്റാക്കാം. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടന്റ് ഉള്ളതാണെന്ന് വെച്ചാൽ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോ എന്റെ രീതിയിലുള്ളൊരു ഞാൻ ജെന്യുവനായിട്ട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ തന്നെയാണ് നിങ്ങളോട് നിൽക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ ചില ഇഷ്ടമായ്മ ഇല്ലായ്മയൊക്കെ കാണും. അപ്പോൾ പോകെ പോകെ അതൊക്കെ മാറും. അപ്പൊ എന്നെ മനസ്സിലാക്കുമ്പം നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്റെ കുറവുകൾ നികത്താൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റം ആണെന്ന് വെച്ചാൽ അല്ല, ചിലർക്ക് ഇത് സ്റ്റാൻഡേർഡ് ഇല്ലാതെ തോന്നാം, ചിലർക്ക് എന്റെ സംസാരം ഇഷ്ടപ്പെടാതിരിക്കാം, ചിലർക്ക് എന്റെ കണ്ടന്റ് ഇഷ്ടമല്ലായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കത്തില്ലേ, അത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാര്യം ഞാൻ എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ എന്റെ കണ്ടന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എത്ര ഇതായിട്ടാണ് എന്റെ വീഡിയോസിന് അപ്പിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സമയം എടുക്കുന്നത്, അതെല്ലാം ഭയങ്കരമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അയക്കുന്നത്. എന്റെ ഓരോ കണ്ടന്റും നിങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ മാക്സിമം പോകാൻ നോക്കുന്നത്. നിങ്ങളുടെ ഓരോ വീഡിയോയുടെ റെസ്പോൺസ് ആണല്ലോ എനിക്ക് അത്ര സന്തോഷമാണ്. ഞാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയാൻ കഴിയുന്നില്ല, പലരും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കുറ്റപ്പെടുത്താറുള്ളവരുണ്ട്, നല്ലത് പറയാറുള്ളവരുണ്ട്, ചിലർക്ക് നമ്മളെ കണ്ടന്റ് മോശമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ അറിവ് എന്താണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റും, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും മാറ്റിക്കൊണ്ടുവരാനേ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ള എമൗണ്ട് വെച്ചിട്ടാണ് 200-ന്റെയും 300-ന്റെയും താഴോട്ടുള്ളത് നോക്കുന്നത്. ഓരോ ദിവസവും ഞാനിപ്പോ ഇതൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഞാൻ ഒരു 3-4 മാസത്തെ പൈസ ഉണ്ടാകും. അപ്പോൾ പിന്നെ ഇത് വാങ്ങിച്ചത് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ താഴെ എനിക്ക് പൈസ കൈ കിട്ടിയപ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് കേട്ടോ. അപ്പം കളിയാക്കുന്നതും കുറ്റം പറയുന്നവരും നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടിയും ബുദ്ധിയാണ്, നമ്മളെക്കാട്ടിയും വിവേകം കാണാം. വേറൊരാളെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ചുറ്റിനും നിൽക്കുന്നവരെല്ലാവരും ഒരേ വിവേകവും ഒരേ ഇതും ആയിരിക്കത്തില്ല. എല്ലാവർക്കും അതിൻ്റെതായ കുറവുകളുണ്ട്. അപ്പൊ എനിക്കും കാണും കുറവുകൾ, പയ്യെ പയ്യെ മാറ്റിക്കൊണ്ടുവരാം. അപ്പോൾ ചമച്ച് കെട്ടലും അല്ലാതെ കെട്ടലും ഇല്ലാതെ എന്ന് വെച്ചാൽ ഞാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അത്രയും അന്ധതയാണോ എന്നൊന്നും ചിന്തിക്കുന്നത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങളോട് നിൽക്കുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു ആണ്, നമ്മൾ കൂടുതൽ ലാഗ് എടുപ്പിക്കില്ല. നമുക്ക് വീണ്ടും മേക്കപ്പിലോട്ട് പോകാം. പിന്നെ ഇതിന്റെ ഷോർട്ടായിട്ട് തന്നെയാണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒത്തിരി സംസാരിച്ചൊന്നുമില്ലേ, ലാഗ് എടുപ്പിച്ചെങ്കിൽ സോറി. ഇത് ബേസിക് നീഡാണ്. നമ്മുടെ സൺസ്ക്രീൻ സെറ്റപ്പ് ഇത് വെച്ചുകൊണ്ട് പൈസ ചിലവാക്കേണ്ടതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് പ്രപ്പപ്പ് ചെയ്യാനായിട്ട് 199 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് നൈകയുടെ സ്കിൻ ജീനിയസിന്റെ ഞാൻ വന്നിട്ട് റാംസാൻഡ് ആണ് എടുത്തത്. നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഇപ്പൊ ഇരുന്ന് വന്നപ്പം നല്ല ഓക്സിഡൈസ് ചെയ്ത് കണ്ടോ. ഒരു കൺസീലർ വേണമെന്നുള്ളവർക്ക്, കൺസീലർ ആഗ്രഹമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് NYBയുടെ ആണ്. NYBയുടെ നല്ലൊരു കൺസീലറാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഇത് ക്യൂൻസ് റോയാലി എന്നും പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്തു. ഉപയോഗിക്കുന്നത് എൻ്റെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. യൂട്യൂബ് എന്നുള്ളൊരു പാഷൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് എന്താ, ആളുകളുമായിട്ട് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് പേളിമണിയാണ്. അത്രയൊന്നും എത്തിയില്ലെങ്കിലും നമ്മളെ സ്റ്റാൻഡേർഡ് ലെവലിൽ കൂട്ടാമെന്ന് ഒരാൾക്ക് പറയാം. പക്ഷെ അല്ലാതെ നമ്മളെ പുച്ഛിച്ച് പറയുക അല്ലെങ്കിൽ നമ്മളെ കൂടുതലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നിൽക്കുമ്പം. എനിക്കൊക്കെ ചീത്തവിളിയൊക്കെ. അപ്പോൾ എൻ്റെ എന്റെ തൊണ്ട ഇച്ചിരി ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ വരുന്നത്. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നല്ല ഇൻസൈറ്റിൽ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് വന്നിട്ട് ഇതിന് കൊടുത്തേക്കുന്ന റേറ്റ് നമുക്ക് 200-നൊക്കെ കിട്ടും. അപ്പോൾ ഇൻസൈറ്റ് പ്രോ കൺസീലർ ആണ്. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റാണ്, നമുക്ക് കൺസീലറായിട്ട് കോണ്ടൂറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ ഷെയ്ഡ്സും ഉണ്ട് കണ്ടോ.
ഞാൻ കൂടുതൽ ഈ ഓറഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഓറഞ്ച് എടുത്തിട്ട് നല്ലപോലെ മറന്നില്ലെങ്കിൽ ഇത് ഞാൻ എടുത്ത് തേക്കും. അപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടെ ഇതായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ, പർപ്പിളിലുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ കണ്ടന്റ് കണ്ടിട്ട് ചിലർക്ക് ബോയ്സിന് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാലും നമ്മളുടെ ഒരു ശ്രമം ഉണ്ടല്ലോ, നമ്മൾ ശ്രമിച്ചിട്ടല്ല നമുക്ക് ഒരു ഫീൽഡ്. ഇപ്പൊ എനിക്ക് എൻ്റെ യൂട്യൂബ് ഫീൽഡ്, എൻ്റെ കരിയർ വേറെയാ, ഞാൻ പഠിക്കുന്നത് വേറെയാ, ഞാൻ LLB സ്റ്റുഡൻ്റ് ആണ്, ഞാൻ പഠിക്കുന്നത് വേറെയാണ്. പക്ഷെ എന്നാലും നമുക്കുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബ് നോക്കി ജഡ്ജ് ചെയ്യത്തില്ല. കാര്യം എനിക്ക് അതിനെക്കാട്ടിയും വല്ല ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ അത്ര ബ്രില്യൻ്റ് ആണോ എന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ടേ വേറൊരാളെ ഞാൻ ജഡ്ജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ജഡ്ജ് ചെയ്യുന്ന കുറവാണ്. കാര്യം നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ ആളല്ല. അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാനും മാത്രം ആയോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വീഡിയോസ് കണ്ട് പലരും ഈ കുട്ടിക്ക് വരെ പണിയില്ലേ, അല്ലെങ്കിൽ എന്ത് ലോക്കൽ ആയിട്ടാ സംസാരിക്കുന്നത്. ലോക്കൽ എന്ന് പറയുന്നത് ഇതാ തന്നെ. എൻ്റെ കയ്യിൽ അത്രയും കണ്ടന്റ് കാണത്തില്ല, എനിക്കറിയാം. ഞാൻ അത്ര ഇതായിട്ടല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്, എനിക്ക് നല്ല പോലെ അറിയാം. എൻ്റെ എൻ്റെ വിഷ്വൽ ക്വാളിറ്റി കറക്റ്റ് അല്ല, എൻ്റെ എന്താ കണ്ടന്റ് കറക്റ്റ് അല്ല. പക്ഷെ എന്നാലും നമുക്കുള്ളൊരു പാഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ കറക്റ്റ് ആക്കി കൊണ്ടുവരും. ഈ ഒരു തോട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ ഓരോ വീഡിയോസിലും, ചില വീഡിയോസിലൊക്കെ സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലി ആവുന്നതാണ് കാണുന്നത്. എനിക്ക് അത്രയും ഒരു നെഞ്ചോട് ചേർത്ത് വെക്കാൻ അത്രയും ഒരു ആൾക്കാരുള്ളതാണ്. എനിക്കൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. നമ്മളെ ഫാമിലിയിലെ ഹസ്ബൻഡ് ആൾക്കാരാണെങ്കിലും കുറവാണ്. അന്നേരം ബന്ധങ്ങൾ കുറവാണ് അടുത്തേക്കുന്നത്. കാരണം എനിക്ക് അത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരു ആൾക്കാരുണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതും അതാണ് സന്തോഷം. നിങ്ങളെ കാണുമല്ലോ, നിങ്ങളെ കേൾക്കുമല്ലോ, 30 പേരെങ്കിൽ 30 പേരെ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ കണ്ടന്റുകൾ വളരെ മോശമാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളിങ്ങനെ ഒരാളെ അടച്ചാക്ഷേപിക്കുമ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരാളെ അങ്ങ് മൊത്തത്തിൽ നെഗ്ലക്ട് ചെയ്ത് കളയാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പയ്യെ പയ്യെ ആയി വരും. ഇപ്പം ഞാൻ തന്നെ കുറച്ച് പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്താണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അവൾ അത്രയെങ്കിലും ചെയ്യുന്നില്ലേ, അവൾ ആ ഒരു പാഷൻ നിലനിർത്താൻ അത്രയെങ്കിലും അവൾ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റുകൾ, മേക്കപ്പ്, എന്തെങ്കിലും മുമ്പുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണത്തില്ലേ? മുമ്പുള്ള കണ്ടന്റുകളെക്കാട്ടി 1% എങ്കിലും കൂടിയെങ്കിൽ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരെയും കളിയാക്കാതിരിക്കുക. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ ലൈഫിൽ അറിയില്ല, നമ്മൾ ഒരാളെ നമ്മളിനെക്കാട്ടിയും താഴെയാണെന്ന് വിചാരിക്കാതിരിക്കുക. ഓ, അവൻ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുള്ളൂ, എന്ത് കഴിവില്ലാത്തവള് എന്നൊക്കെ ഒന്ന് ആലോചിക്കാതിരിക്കുക. എനിക്ക് വിഷമമുണ്ട്, സാരമില്ല. ഞാൻ പറയുന്നത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ എന്നോട് നമ്മളെ പുച്ഛിച്ച് കളയുന്നവരെ. ഞാൻ ഈ യൂട്യൂബ് എന്നൊരു ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേര് നമ്മളെ പുച്ഛിച്ച് കളയുന്നവരാണ്. അതങ്ങനാണ്. നമ്മളല്ലാതെ വൃത്തികേടിന് ചെയ്യുന്നയോ അല്ല ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഇൻട്രാക്ഷൻ ഇഷ്ടമാണ്. എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിങ്ങളെ ഇത് ചെയ്യുന്നത് ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ലൈവാണ് ഇഷ്ടം. ഇത്രയൊക്കെ ഉള്ളു കാണിച്ചിട്ടുള്ളതാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈകയുടെ ഓൾ ഡേ ഒരു മാറ്റ് കോമ്പാക്ട് പൗഡറാണ്. ഇതിൽ SPF-ഉം ഓയിൽ കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇതിൻ്റെ നൈകയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് എന്താ, ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് ഐവറി 1 ആണ്. അപ്പോൾ നിങ്ങളെ വിഷു ഒക്കെ ഇവിടെ നമ്മൾ വിഷുവിന് അകപ്പാടെ ചെയ്യണേന്ന് പറഞ്ഞാൽ, അമ്പലത്തിൽ പോകാമെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസത്തിലാണെങ്കിൽ അമ്പലത്തിൽ പോകും. നമ്മളിവിടെ ഒരു കണ്ണൻ്റെ അമ്പലമുണ്ട്, കൃഷ്ണക്ഷേത്രമുണ്ട്, അവിടെ പോകും. പിന്നെ ഗുരുവായൂരൊന്നും അടുക്കാൻ പറ്റത്തില്ലായിരിക്കും, അത്രയും തിരക്കായിരിക്കും. പിന്നെ നമ്മളെന്താ പ്രത്യേകിച്ചും കണി ഒരുക്കുന്നതാണ് നമ്മളെ എല്ലാവരുടെയും ഒരു ബേസിക് ആയിട്ടുള്ളത്. വിഷു എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയില്ലെങ്കിലും ശരി, കണി ഒരുക്കി കാണും. പിന്നെ സദ്യ ആയിട്ട് വെക്കുമെന്ന് വെച്ചാൽ നമ്മളെ മൂഡ് അനുസരിച്ചിരിക്കും. സദ്യ വെക്കുന്നത് നമ്മളെ ഹെൽത്ത് അനുസരിച്ചിരിക്കും. എങ്കിൽ മാത്രമേ സദ്യയൊക്കെ ആക്കൂ. നിങ്ങളവിടെ എന്താണ് കണി ഒരുക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? മിക്കവാറും ഉള്ളവരുടെ വീട്ടിൽ കണി ഒരുക്കുന്നതായിരിക്കും കൂടുതൽ.
ഈ ഷെയ്ഡ് വന്നിട്ട് എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ. കൂടുതലും ആപ്റ്റ് ആവുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. എനിക്കൊന്ന് ട്രൈ ബ്രഷൊക്കെ ഇരിപ്പുണ്ട് കൈസ്, പക്ഷേ ബ്രഷ് എടുക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇത് വെച്ചെടുക്കാണ്, കൈ വെച്ചിട്ട് അവിടെ വന്ന് മിക്സ് ചെയ്ത്. ഔട്ടർ കോർണറിൽ ഇച്ചിരി കൂടെ ഒരു കറുത്ത ഷെയ്ഡ് കൊടുത്തിട്ട് ഞാൻ അകത്തോട്ട് വരുന്നതിനനുസരിച്ച് ലൈറ്റാക്കി കൊടുക്കും കേട്ടോ. നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് എല്ലാം പറയുന്ന സ്ഥിതിക്ക് നമ്മൾ ബ്ലഷും കൂടെ കാണുമല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബ്ലഷും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങേണ്ടവർക്കാണെങ്കിൽ വാങ്ങിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് വന്നിട്ട് ഒരു ബ്ലഷാണ്, ചിക്കി ഗേൾസിന്റെ സ്റ്റേ ക്യൂക്കിയുടെ ആണ് കേട്ടോ. ഇത് വന്നിട്ട് 120 അന്നെങ്ങാണ്ട് എത്ര ആയുള്ളൂ. കോറൽ ചിക്കൻ എന്നാണ് ഇതിന്റെ ഷെയ്ഡ്. ഇത് വന്നിട്ട് ചിക്കി ഗേൾസ് ബ്ലഷാണ്, സ്റ്റേ ക്യൂക്കിയുടെ ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കണോ വേണ്ടതെന്നുള്ള പ്രശ്നമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച് കാണിക്കാം. ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ഗോൾഡൻ പിങ്ക് ആണ് ഷെയ്ഡ്. വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഗോൾഡൻ ഷെയ്ഡ്. ഇത് വന്നിട്ട് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നവരുണ്ട, ഇത് ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു ഹൈലൈറ്റർ, എപ്പോഴും ഒരു പൗഡർ ഫിനിഷ് വെള്ളം എടുക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൗഡർ ഫിനിഷ് ആണെങ്കിൽ നമുക്ക് ഓയിലി ആയിട്ട് വരത്തില്ല. ഇത് നമ്മളെ സ്കിന്നിനെ കുറേ കൂടെ ഓയിലി ആക്കി വെച്ചേക്കും. അപ്പോൾ കൂടുതലും പൗഡർ ഫിനിഷ് ഉള്ളതാണ് നല്ലത്. അപ്പോൾ അടുത്ത് വന്നിട്ട് കാജലാണ്. കാജൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ പോപ്പാണ്, ബ്ലാക്ക് വണ്ണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല ഗൈസ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ചിലപ്പം കണ്ണിനൊരു അലർജി കണക്ക് വരുന്നത്. അതിനൊക്കെ നല്ലത് ഞാനിപ്പം നമ്മളെ സാധാ സ്റ്റോറിൽ നിന്ന്. പിന്നെ നമ്മൾ എപ്പോഴും ആസ് യൂഷ്വൽ ഉപയോഗിക്കുന്നൊരു സാധനം ലാക്മിയുടെ ഐലൈനർ. നമ്മൾ എൽ കെ ജി തൊട്ട് അത് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതല്ല, നമ്മൾ ഒരു 5-6 ക്ലാസ് തൊട്ട് ഉപയോഗിച്ച് വരുന്ന സാധനം തന്നെയാണ്. പിന്നെ ഇത് മസ്കാര ആസ് യൂഷ്വൽ. ഇതേതോ മേക്കപ്പ് കിറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പം കാണുമല്ലോ, മാമനും മാമയും കൊണ്ടുവന്നതാണ്. ആസ് യൂഷ്വൽ എപ്പോഴും മേക്കപ്പ് കിറ്റിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. കൂടുതലും ഞാൻ മസ്കാര അങ്ങനെ ചെയ്യാറില്ല. കാര്യം നമുക്ക് കൂടുതലും ഞാൻ കുറവാണ് മസ്കാര ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഐബ്രോ പെൻസിലാണ്. ഇത് ഐബ്രോ പെൻസിൽ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഐബ്രോ പെൻസിലായിട്ട് തിരഞ്ഞെടുക്കുന്ന കൂടുതലും നമ്മൾ ബ്രൗൺ കളർ എടുക്കുന്നതാണ് കാര്യം. നമ്മൾ കരി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കത്തില്ല. മറ്റേ ബ്ലാക്ക് ആണെങ്കിൽ ചൂടെ നമ്മളെ പിരികം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അതിനൊക്കെ നല്ലത് എപ്പോഴും ഒരു ഇതായിട്ടുള്ള സർട്ടിലായിട്ടുള്ള കളർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഡാസ്ലറിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്, അടുത്ത നിയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് ലിപ്പ് ലൈനർ സാധാ, അതും ഒരു അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ വന്നിട്ട് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം 200 അണ്ടറിലായതുകൊണ്ട് തന്നെ നൈകയിൽ നിന്ന് വാങ്ങിച്ച 20M എന്ന് പറഞ്ഞിട്ട് ബോൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. കളർ വന്നിട്ട് ബ്രൗൺ കളറാണ്. നമ്മൾ ലിപ്പ് ലൈനറും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനൊരു ഷെയ്ഡ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ഒരു ബ്രൗൺ കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കളർ വന്നിട്ട്. നമ്മൾ ആ ലിപ്പ് ലൈനറും കൂടെ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഷെയ്ഡ്. ലിപ്പ് ലൈനറും കൂടെ ഉപയോഗിക്കാത്തപ്പോൾ ഉള്ള ഷെയ്ഡ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. അടുത്ത വന്നിട്ട് നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഐ ഷാഡോ പാലറ്റ് ആയിട്ട് ഒരെണ്ണം സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാൻ. കാര്യം 200 താഴെ ഉള്ളൂ, എല്ലാം 200 താഴെയില്ല. അന്നേരം വാങ്ങിക്കേണ്ടവർക്കാണെങ്കിൽ വാങ്ങിക്കാം. ഇത് വന്നിട്ട് എൻവൈബയുടെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ന്യൂഡെന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ആണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇതും നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു ഐ ഷാഡോ പാലറ്റാണ്. അടുത്ത് വന്നിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഗ്ലോയിങ് ലുക്ക് നമുക്ക് തരും. ലോങ് ലാസ്റ്റിംഗ് ആണ് അത്യാവശ്യം. പിന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കിട്ടും. ഇത് നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 200-200 സംതിങ് ആ ഒരു റേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തട്ടിക്കൂട്ടലൊരു മേക്കപ്പ്. ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ, ഇതും കൊള്ളാമെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളും വിഷുവിന് ഒരുങ്ങി സുന്ദരിമണികളായിട്ട് എല്ലാവരും വിഷു ആഘോഷിക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കില്ല. സജഷൻസ് ഉണ്ടെന്നും പറയുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസായിട്ട് വരാൻ തോന്നും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹാപ്പി വിഷു, ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എല്ലാവർക്കും.
ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാ വിശ്വാസംസകളും നേരുന്നു. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുക. ഹാപ്പി വിഷു.